എങ്ങനെയാണ് ഡെക്കാൻ ചാർജേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് IPLിലേക്ക് വരുന്നത്, അതുപോലെ തന്നെ ഡെക്കാൻ ചാർജേഴ്സ് എങ്ങനെ IPL നിന്ന് പുറത്തായി, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ക്രിക്കറ്റിന് പ്രധാനമായിട്ട് 3 ഫോർമാറ്റാണ് ഉള്ളത്: T20, ODI, അതുപോലെ തന്നെ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതും ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് T20 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, 2007 T20 വേൾഡ് കപ്പ് ഇന്ത്യ വിജയിച്ചതിന് ശേഷം T20 ഫോർമാറ്റിൽ വലിയ ബൂം തന്നെയാണ് ഇന്ത്യയിൽ കണ്ടത്. ആ ഒരു ഫോർമാറ്റിൻ്റെ ആ ഒരു ത്രില്ല് മനസ്സിലാക്കിക്കൊണ്ട് BCCI 2008 തുടങ്ങിയ ടൂർണമെൻറ്റാണ് IPL. തുടക്കത്തിൽ 8 ഫ്രാഞ്ചൈസികളായിരുന്നു IPL ഉണ്ടായിരുന്നത്. ആ ഒരു 8 ഫ്രാഞ്ചൈസികൾ ഒന്നായിരുന്നു ഡെക്കാൻ ചാർജേഴ്സും. ഡെക്കാൻ ക്രോണിക്കൽ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയായിരുന്നു ആ ഒരു സമയത്ത് ഡെക്കാൻ ചാർജേഴ്സിനെ ഓൺ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ 2008 ഡെക്കാൻ ചാർജേഴ്സിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഗില്ലി ക്രിസ്റ്റ് ആയിരുന്നു. അതുമാത്രമല്ല, വളരെ മികച്ചൊരു സ്ക്വാഡായിരുന്നു അവർക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. ആഡം ഗില്ലി കൃഷ്ണനെ കൂടാതെ കുമാർ സംഗക്കാര, ഷാഹിദ് അഫ്രീഡി, VVS ലക്ഷ്മൺ, RP സിംഗ്, പ്രഗ്യാൻ ഓജ, രോഹിത് ശർമ്മ തുടങ്ങിയ മികച്ച താരങ്ങളായിരുന്നു അന്ന് അവരുടെ സ്കോഡിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു സ്കോഡ് ഉണ്ടായിട്ട് ആദ്യത്തെ സീസണിൽ അവർക്ക് 8ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യേണ്ടി വന്നത്. പക്ഷേ 2009 കഥ മാറുകയായിരുന്നു. ആഡം ഗില്ലി കൃഷ്ണൻ്റെ നേതൃത്വത്തിൽ അവർ 2009, അതായത് IPL 2ാം സീസണിൽ ചാമ്പ്യന്മാരായി. അന്ന് അവർ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് RCB ആണ്. പിന്നെ 3ാം സീസൺ ക്യാപ്റ്റൻ ആഡം ഗില്ലി കൃഷ്ണ എന്നായിരുന്നു. ആ ഒരു സീസൺ അവർ സെമി ഫൈനൽ വരെ എത്തി. പിന്നെ 2011 ഗില്ലി കൃഷ്ണന് പകരം കുമാർ സംഗക്കാരെ അവരുടെ ക്യാപ്റ്റനാക്കി മാറ്റി. ആ ഒരു സീസണിൽ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. 6ാം സ്ഥാനത്താണ് ടീം ഫിനിഷ് ചെയ്യുന്നത്. പിന്നെ 2012 കുമാർ സംഗക്കാർ തന്നെയായിരുന്നു ക്യാപ്റ്റൻ. ആ ഒരു സീസണിൽ 8ാം സ്ഥാനത്താണ് ഡെക്കാൻ ചാർജേഴ്സ് ഫിനിഷ് ചെയ്തത്. സോ അതായിരുന്നു ഡെക്കാൻ ചാർജേഴ്സിൻ്റെ അവസാനത്തെ IPL സീസൺ. സോ അത് കഴിഞ്ഞ് ഡെക്കാൻ ചാർജേഴ്സ് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളിലേക്ക് പോയി. താരങ്ങൾക്ക് അവരുടെ ശമ്പളം കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ IPL ഫ്രാഞ്ചൈസി ഫീ കൊടുക്കുന്നില്ല. അങ്ങനെ കുറേ രീതിയിലുള്ള കുറ്റങ്ങൾ അവർക്കെതിരെ ആ ഒരു സമയത്ത് ആരോപിച്ചു. സോ ആ ഒരു സമയത്ത് ഡെക്കാൻ ചാർജേഴ്സിൻ്റെ ഓണേഴ്സായ ഡെക്കാൻ ക്രോണിക്കൽ ലിമിറ്റഡിന് വലിയ രീതിയിലുള്ള പ്രഷർ BCCIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയായിരുന്നു. സോ ആ ഒരു സമയത്ത് ഡെക്കാൻ ചാർജേഴ്സ് BCCIയോട് പറഞ്ഞ് ഇങ്ങനെയാണ്: അത് ഞങ്ങൾക്ക് ഓഗസ്റ്റ് 10 വരെ സമയം തരും, ഞങ്ങൾക്ക് കുറേ സ്പോൺസേഴ്സ് ചെയ്യുന്ന പൈസ കിട്ടാനുണ്ട്. സോ അത് കിട്ടുമ്പോൾ ഉറപ്പായിട്ടും പെൻഡിങ് ആയിട്ടുള്ള ഡ്യൂസ് എല്ലാം അടച്ചു തീർക്കുമെന്ന്. പക്ഷേ BCCI അവർക്ക് സെപ്റ്റംബർ 15 വരെ സമയം കൊടുക്കുകയാണ്. ആ ഒരു സമയത്തിനുള്ളിൽ എല്ലാ ഫോർമാലിറ്റീസ് ക്ലിയർ ചെയ്യണമെന്ന് ഡെക്കാൻ ചാർജേഴ്സിനോട് BCCI ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ ഇമീഡിയറ്റ് ആക്ഷൻ എടുക്കും, അതായത് IPL നിന്ന് തന്നെ ടെർമിനേറ്റ് ചെയ്ത് കളയുമെന്നാണ് BCCI ഇതിനോട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫൈനലി ഡെക്കാൻ ചാർജേഴ്സ് ആക്സിസ് ബാങ്കിനോടൊപ്പം ചേർന്ന് ആ ഒരു ഡ്യൂസ് എല്ലാം ക്ലിയർ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് സെപ്റ്റംബർ 14, അതായത് ഈ ഒരു ഡേറ്റിൻ്റെ തൊട്ട് പിറ്റേ ദിവസം BCCI ഒരു യോഗം വിളിച്ചു കൂട്ടുന്നത്. ആ ഒരു മീറ്റിങ്ങിലാണ് അവർ തീരുമാനിക്കുന്നത് ഡെക്കാൻ ചാർജേഴ്സിനെ IPL നിന്ന് പുറത്താക്കാമെന്ന്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ആ ഒരു സമയത്ത് ഡെക്കാൻ ചാർജേഴ്സിൻ്റെ ഓണേഴ്സായ ഡെക്കാൻ ക്രോണിക്കൽ ലിമിറ്റഡിനെതിരെ കുറേയധികം ബാങ്ക് കറപ്ഷൻസ് ഒക്കെ വന്നിരുന്നു. അതുപോലെ തന്നെ IPL മുന്നോട്ട് വെക്കിന് അത് ഡെക്കാൻ ചാർജേഴ്സ് ഉണ്ടെങ്കിൽ അത് IPL ബാധിക്കും, സ്മൂത്ത് റണ്ണിന് ബാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഡെക്കാൻ ചാർജേഴ്സിനെ IPL നിന്ന് BCCI പുറത്താകുന്നത്. അത് ഡെക്കാൻ ചാർജേഴ്സ് മാനേജ്മെൻറ്റിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവർ കോടതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേസ് കൊടുത്തു. അങ്ങനെ ആ ഒരു കേസ് ഡെക്കാൻ ചാർജേഴ്സ് വിജയിക്കുകയാണ്. ഏതാണ്ട് 1800 കോടി രൂപ BCCIയോട് ഡെക്കാൻ ചാർജേഴ്സിന് നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. കോടതി ഇതിൻ്റെ 10% ഇൻട്രസ്റ്റും അവർക്ക് നൽകണമെന്നാണ്, അതായത് 1800 കോടി രൂപ 10% ഇൻട്രസ്റ്റ് നൽകണമെന്നാണ് കോടതി BCCIയോട് ആവശ്യപ്പെട്ടത്. ഇനി ഈ ഒരു തുക നൽകിയോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു വീഡിയോയുടെ അവസാനം പറയാം. അതിന് മുമ്പ് നമുക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദ് എങ്ങനെ IPLിലേക്ക് എത്തി ആ ഒരു കാര്യം നമുക്കൊന്ന് നോക്കാം. ഡെക്കാൻ ചാർജേഴ്സ് പുറത്തായതോടുകൂടി ഒരു ടീമിനെയും കൂടെ അവർക്ക് വേണമായിരുന്നു. ആ ഒരു ടീം ഹൈദരാബാദ് ബേസ്ഡ് ടീമാകാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ 2 കമ്പനി ഈ ഹൈദരാബാദ് ബേസ്ഡ് ടീമിനെ ഏറ്റെടുക്കാൻ വേണ്ടി മുന്നിലേക്ക് വന്നു. അതിലൊരാളാണ് PVP വെഞ്ചേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഹൈദരാബാദ് ബേസ്ഡ് കമ്പനി. അതുപോലെ സൺ നെറ്റ്വർക്ക് ചെന്നൈ ബേസ്ഡ് കമ്പനി. ഇതിൽ PVP വെഞ്ചേഴ്സ് BCCIക്ക് ഓഫർ ചെയ്ത ബിഡ് എന്ന് പറയുന്നതാണ് 29 കോടി രൂപയും അതുപോലെ സൺ നെറ്റ്വർക്ക് 85 കോടി രൂപയും BCCIക്ക് ഓഫർ ചെയ്തു. സോ ഇതിൽ ഏറ്റവും കൂടുതൽ രൂപ ഓഫർ ചെയ്തിരിക്കുന്നത് സൺ നെറ്റ്വർക്കാണ്. സോ ഇതിൻ്റെ ഉടമസ്ഥാവകാശം, അതായത് ഹൈദരാബാദ് ബേസ്ഡ് ക്ലബിൻ്റെ ഉടമസ്ഥാവകാശം അവരിലേക്ക് പോയി. അങ്ങനെ സൺ നെറ്റ്വർക്ക് ഹൈദരാബാദ് എന്ന് പറയുന്ന ക്ലബിനെ മേടിക്കുകയും അവർക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്ന പേരിടുകയും ചെയ്തു. അങ്ങനെ അവരുടെ ഡെബ്യൂ സീസൺ എന്ന് പറയുന്നത് 2013 ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഡെക്കാൻ ചാർജേഴ്സിൽ ഏതാണ്ട് 20 പ്ലേയേഴ്സിന് ഈ ഒരു ടീമിലേക്ക് അവർ ആഡ് ചെയ്തിരുന്നു. അതായത് ഡെക്കാൻ ചാർജേഴ്സ് എന്തായാലും പുറത്തായി. സോ അവരുടെ ടീമിലെ 20 പ്ലേയേഴ്സിന് ഇങ്ങോട്ടങ്ങ് എടുത്തു. സോ ആ ഒരു സീസണിൽ അവർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് കുമാർ സംഗക്കാരായിരുന്നു. ഏതാണ്ട് 9 കളി കുമാർ സംഗക്കാർ ക്യാപ്റ്റൻ ചെയ്തു. അത് 4 കളി ജയിച്ചു, 4 കളി പരാജയപ്പെട്ടു. അങ്ങനെ റിസൾട്ട് മോശമായതുകൊണ്ട് തന്നെ അവർ ക്യാപ്റ്റനെ മാറ്റി, അതായത് കുമാർ സംഗക്കാരെ മാറ്റി ക്യാമറോൺ വൈറ്റിനെ ക്യാപ്റ്റൻസിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അവർ കുറച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ച് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടി. അതായത് പ്ലേ ഓഫിൽ എലിമിനേറ്റർ കളിച്ചു, പക്ഷേ പുറത്തായി. പിന്നെ 2014 സീസണിൽ ക്യാപ്റ്റൻ ശിഖർ ധവനായിരുന്നു. അതൊരു മോശം സീസണായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഡാനിയൽ സമയം ക്യാപ്റ്റനാക്കി. പിന്നെ 2015 ക്യാപ്റ്റൻ ഡേവിഡ് വാർണറിനെ അവരാക്കി. ആ ഒരു സീസണും അത്ര മികച്ച സീസൺ അല്ലായിരുന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം 2016 അവരുടെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സീസൺ. അങ്ങനെ ആദ്യമായിട്ട് അവർ IPL ചാമ്പ്യന്മാരായി RCBയെ പരാജയപ്പെടുത്തിക്കൊണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, അതായത് ഡെക്കാൻ ചാർജേഴ്സ് RCBയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് IPL ചാമ്പ്യനായത് 2009. അതുപോലെ 2016 സൺറൈസേഴ്സ് ഹൈദരാബാദ് ചാമ്പ്യനായത് RCBയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്. പിന്നെ 2018 കലാനിധി മാരൻ കാവ്യ മാരനെ, അതായത് അദ്ദേഹത്തിൻ്റെ മകളായ കാവ്യ മാരനെ SRHൻ്റെ CEO ആയിട്ട് നിയമിച്ചു.
അതോടുകൂടി SRHനെക്കാട്ടി കൂടുതൽ ഫാൻസ് കാവ്യമാരൻ SRHൻ്റെ ഒരു പോസ്റ്റർ ഗേളൊക്കെ ആയിട്ട് മാറിക്കഴിഞ്ഞു. സോ കാവ്യമാരൻ വന്നതിന് ശേഷമുള്ള വലിയ മാറ്റം എന്ന് പറയുന്നത് ഒരു സൺറൈസേഴ്സ് ബേസ്ഡ് ടീം, അതായത് സൗത്ത് ആഫ്രിക്ക T20 കളിക്കുന്ന ടീം കിരീടം നേടിയിരുന്നു 2023. അത് നമ്മളെല്ലാം കണ്ടൊരു കാര്യമാണ്. കൂടാതെ ഇപ്രാവശ്യത്തെ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ടീം വൻ ശക്തമാണ്. ട്രാവിസ് ഹെഡ്, പാറ്റ് കമ്മിൻസ്, അതുപോലെ തന്നെ ഹസനങ്ക തുടങ്ങിയ വമ്പൻ താരങ്ങൾ അവർ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സീസൺ അവരുടെ ഒരു മികച്ച സീസൺ ആകും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. സോ ഇനി ഡെക്കാൻ ചാർജേഴ്സിന് BCCI ആ ഒരു 1800 കോടിയോളം രൂപ നൽകിയോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം BCCI ആ ഒരു കേസ് പിന്നെ അപ്പീൽ ചെയ്തു. അങ്ങനെ ഈ കേസ് പിന്നെയും വിചാരണയ്ക്ക് പോയി. 2021 പിന്നെ ഒരു കോടതി ഇതിന് വേണ്ടയ്ക്ക് ഒരു ഡിസിഷൻ എടുത്തു. എന്തായാലും 2021 വന്ന ആ ഒരു വിധി ഞെട്ടിക്കുന്നതായിരുന്നു. ഏതാണ്ട് 35 കോടി രൂപ മാത്രം BCCI ഡെക്കാൻ ചാർജേഴ്സിൻ്റെ ഉടമസ്ഥകൾക്ക് നൽകിയാൽ മതി എന്നാണ് ആ ഒരു വിധിയിൽ വന്നത്. അതായത് BCCIക്ക് വൻ ലാഭം 1800 കോടി രൂപ കൊടുക്കേണ്ടടുത്ത് ഏതാണ്ട് 35 കോടി രൂപ മാത്രം കൊടുത്താൽ മതി. എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.